എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളിപ്പോൾ വെറൈറ്റി ചെയ്യാൻ നോക്കുന്നത്. എല്ലാവരും വെറൈറ്റി. പണ്ടൊരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദെ, അള്ളാഹു എനിക്കൊരു പെൺകുട്ടിയെ തന്നു, ഒരു വെറൈറ്റി പേരാണ് ഞാൻ എൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി പേരാണ് എൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താ പേര്? ഫാത്തിമ നിഫാസ്. നല്ല പേര്. ഒരു വാപ്പ തൻ്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തമൊന്നും. നീ ഹൈലൊന്നും കൂടെ ഇട്ടാൽ മതിയല്ലോ ഒന്നിന്. ഇവിടെ നമ്മുടെ മക്കളുടെ പേരിന്റെ അർത്ഥം നമുക്ക് തന്നെ അറിയണില്ല. എന്താ അതിന്റെ വില? ഇപ്പൊ ഈ അടുത്ത് ഖത്തറിൽ ലോകകപ്പ് നടന്നു. ആ ലോകകപ്പ് നടന്നപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു സഹോദരന്, രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഒരു സഹോദരൻ അള്ളാഹു ഒരു മകനെ കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ചാലക്കുടിക്കാരനോ അങ്കമാലിക്കാരനോ കണ്ട രണ്ടുപേർക്കും അള്ളാഹു ആദ്യമായിട്ടൊരു മകനെ കൊടുത്തപ്പോൾ ആ മകനിട്ട പേര് മെസ്സി എന്നായിരുന്നു. നമ്മുടെ സമുദായം വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കാണാം, ഒരു സഹോദരൻ മുഹമ്മദ് സുധാകരൻ എന്ന മകന് പേരിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാ. മക്കൾക്ക് നല്ല പേര് വെക്കണമെന്ന് പറയാനുള്ള കാരണം, എൻ്റെ വാപ്പ എനിക്കിട്ടിരിക്കുന്ന പേര് സിറാജുദ്ദീൻ. എടോ, ഈ ലോകത്ത് കോടാനി കോടി പ്രാവശ്യം എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നത് ദീനിന്റെ വിളക്കെന്ന. എല്ലാരും എന്നെ കാണുമ്പോൾ വിളിക്കുന്നത് ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്, ദീനിന്റെ വിളക്ക്. ആരുടെയോ ഒരാളുടെ വിളി അല്ല കേട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ പേര്, ഇതാണ് പേര്. എല്ലാവരും പേരാ വിളിക്കുക. അതുകൊണ്ട് മക്കൾക്ക് അർത്ഥമുള്ള പേരിടണം. ചുമ്മാതിട്ടാ പോരാ. ഈ ഉസ്താദന്മാർ ഏറ്റവും കൂടുതൽ കുടുങ്ങുന്നത് പഠിക്കണ കാലത്ത് പോലും ഇത്രയും ഡിക്ഷണറി നോക്കിയിട്ടുണ്ടാകത്തില്ല. ഈ ഫേസ്ബുക്കിൽ നിന്നൊരു പേര് നോക്കിയിട്ട് ഉസ്താദിനടുക്ക വന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താന്ന്. ഈ സാധു എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാൻ അർത്ഥം? എടോ, മക്കൾക്ക് നല്ല പേര് വെക്ക്. മക്കൾക്ക് നല്ല പേരാണ് വെക്കേണ്ടത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരുപാട് പേരുകളുണ്ടല്ലോ. മക്കൾക്ക് പേര് വെക്കുമ്പോ പരിശുദ്ധമായ ഖുർആനിനകത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ള പേരുകൾ പരിഗണിക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താ? മുഹമ്മദ് എന്ന അല്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പേരേതാ? അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അബ്ദുല്ല എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അബ്ദുല്ല ആരെങ്കിലും ഉണ്ടോ? അബ്ദുല്ല എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഇത് രണ്ടുവാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാ. അതുകൊണ്ട് മക്കൾക്ക് പേരിടുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്ന പേരുകളാണ്. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച പൊന്നാര മക്കൾക്ക് പേരിടുന്ന സമയത്ത് പരിഗണിക്കേണ്ട പേര് ഖുർആൻ പറയുകയാ. പെങ്ങളെ, ഇന്നാ അർസൽനാക ശാഹിദാ, മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു പറഞ്ഞ പേരുകളാ. എന്തിനാ? 313 സ്വഹാബത്തുണ്ടല്ലോ, ബദരീങ്ങള്. ആ ബദരീങ്ങളുടെ പേരെത്ര വെറൈറ്റിയാ ചെറുപ്പക്കാരാ. അല്ലാഹു തന്ന മക്കൾക്ക് നല്ല പേര് വെക്കൽ ഒരു വാപ്പയുടെ കടമയാണല്ലോ. പെങ്ങളെ, ഖദീജയും നഫീസയും മൈമൂനയും ഫാത്തിമയും, പടച്ചവരെ, മനോഹരമായ ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നല്ലോ. എല്ലാം മറന്നില്ലേ? വെറൈറ്റിയുടെ പുറകിലാണല്ലോ, വെറൈറ്റിയുടെ പുറകിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയുടെ കടമയാണ് തന്റെ മക്കൾക്ക് നല്ല പേര് വെക്കല്, അർത്ഥമുള്ള പേര് വെക്കല്. ആ പേരിന് വിലയുണ്ടോ? ആ പേരിന്റെ അർത്ഥത്തിന് മഹത്വമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പയുടെ കടമയാണെന്ന് ഉമർ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, ഈ വാഴ കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളൊക്കെ മക്കൾക്ക് നല്ല പേര് വെച്ചവരാ. അബൂബക്കർ എന്നും ഉമർ എന്നും ഉസ്മാൻ എന്നും അലി
അലിയെന്നും മിസബെന്നും പടച്ചവനെ ഉമൈറെന്ന് ആൺകുട്ടികൾക്ക് പേരിട്ടവളാണ്. ആയിഷ, ഖദീജ, മൈമൂന, നഫീസ പെൺകുട്ടികൾക്ക് നല്ല പേര് വെച്ചവരാണ്. എങ്കിൽ ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഒരു പിതാവ് തന്റെ മകന് വെച്ചിരിക്കുന്ന പേര് നന്മയുള്ളവന് ഹസൻ എന്നാണ്. മോനെ ഹസനെ, മോനെ ഹസനെ, എടാ നന്മയുള്ളവനെ, എടാ നന്മയുള്ളവന്. പടച്ചവനെ വാപ്പ തന്റെ പൊന്നാര മകനിട്ടിരിക്കുന്ന പേരിങ്ങനാ. പക്ഷേ എന്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ, ഉമ്മമാരോട് ചോദിക്കട്ടെ, മക്കളുടെ പേര് വിളിക്കുന്ന എത്ര പേരുണ്ട്? തന്റെ ഒരു വാപ്പ തന്റെ മകന് പേരിട്ടിരിക്കുന്നു മുഹമ്മദ് ഹസൻ, എടാ നന്മയുള്ളവൻ. വാപ്പ വിളിക്കുന്ന പേരെന്താ? മോനെ ഹസനെ എന്നല്ല വിളിക്കുന്നത്, മോനെ അക്കുവേ, മോനെ കുക്കുവേ, ഇങ്ങനെ വിളിക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കൾക്ക് നല്ല പേര് വെച്ചിട്ട് വാപ്പ അത് വിളിക്കാറില്ല, ഉമ്മ ഇത് വിളിക്കാറില്ല. വാവാ വാവാന്ന്. രണ്ട് മക്കളെ കെട്ടിച്ച് അടുത്തനെ കെട്ടിക്കാറാ, ഇപ്പോഴും വാവേന്നാ വിളിച്ചോണ്ട് നടക്കാ. എടാ മക്കൾക്ക് ഒരു വാപ്പയുടെ ദുആയോളം, ഒരു ഉമ്മയുടെ ദുആയോളം ഈ ലോകത്ത് ഒന്നിനുമില്ലടോ. ഒരു ഉമ്മ ദുആ ചെയ്ത ഒരു മകന് വേണ്ടി, ഒരു വാപ്പ ദുആ ചെയ്ത ഒരു മകന് വേണ്ടി, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ മകന് ഉമ്മ ദുആ ചെയ്ത കാഴ്ച തിരിച്ചു വാങ്ങിച്ചു കൊടുത്തില്ലേ? മയ്യത്ത് കൊണ്ട് മരിച്ചുപോയ മകന് കരഞ്ഞു ദുആ ചെയ്തിട്ട് ആ ജീവിതം തിരിച്ചു വാങ്ങിച്ചു കൊടുത്തില്ലേ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉമ്മായുടെ ദുആയോളം, ഒരു വാപ്പയുടെ ദുആയോളം ലോകത്ത് ഒന്നുമില്ലടോ. നിന്റെ മകന് നീ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് നീ വിളിക്ക്. ആ പേരിന്റെ അർത്ഥം നിന്റെ മകന്റെ സ്വഭാവത്തിലുണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ വല്ല മൃഗത്തിന്റെ പേര് വിളിച്ച അവൻ നാൽക്കാലിയെ പോലെ ആയി പോകും. നമ്മുടെ മക്കള് തലതിരിഞ്ഞു പോകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നല്ല പേര് വെക്ക്. നമ്മുടെ മക്കളുടെ പേര് തന്നെ നമ്മൾ വിളിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു പിതാവിന് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താ? മക്കൾക്ക് നല്ല പേര് വെക്കല് വാപ്പയുടെ കടമയാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള മൂന്നാമത്തെ കടമയെന്താ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറിയ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന, മോനെ നിനക്ക് അദബ് പഠിപ്പിച്ചു തരലു, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തരലു വാപ്പയുടെ കടമയാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ ആ മകനതാ ഉമർ തങ്ങളോട് പറയുന്നു, തങ്ങള് ഒരു ഹർഫ് പോലും എന്റെ ഉപ്പ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിതാവിനോട് പറയുകയാണ്, നിന്റെ കടമയാ നിന്റെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കല്. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വാപ്പയാ. ഒരു വാപ്പയുടെ കടമയാണ് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കല്. ദീൻ എന്താണ്, നബി തങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കല്. അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല, മാതാപിതാക്കളുടെ കടമയാണ്. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പിതാവിന്റെയും മാതാവിന്റെയും കടമയാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ വാപ്പാ നിനക്ക് പറയാൻ കഴിയോ? നിന്റെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഉസ്താദേ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം ഏത് വാപ്പയ്ക്കാവുള്ളത്? ഏത് ഉമ്മയ്ക്കാവുള്ളത്? ഇന്നത്തെ മക്കൾക്ക് അല്ലാഹനെ കുറിച്ചറിയില്ലല്ലോ, അല്ലാഹ് ആരാണെന്ന് അവർക്കറിയില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ നിന്റെ മക്കൾ തൂങ്ങിച്ചാകില്ലായിരുന്നോ? പരീക്ഷയ്ക്ക് തോറ്റതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. പടച്ചവനെ, മക്കൾ ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. അവർക്ക് അല്ലാഹനെ കുറിച്ചറിയില്ല, നബിതങ്ങളെ കുറിച്ചറിയില്ല. വാപ്പാ നിന്റെ ജോലിയാ, ഒരു പിതാവിന്റെ ജോലിയാണ് മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കല്, അവർക്ക് മര്യാദ പഠിപ്പിച്ചു കൊടുക്കല് വാപ്പയുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ പടച്ചവനെ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്,
5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ വാപ്പാ നിസ്കരിപ്പിക്കേണ്ടത് നിന്റെ കടമയല്ലേ, അത് നിന്റെ ബാധ്യതയല്ലേ, നിന്റെ മക്കളെ നിസ്കരിപ്പിക്കണമല്ലോ. അതുകൊണ്ടല്ലേ ദീൻ പറഞ്ഞത് 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവനെ തല്ലണമെന്നാ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാ ദീൻ പഠിപ്പിക്കുന്നത്. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പുണ്ടോ? കൈവക്കാൻ ധൈര്യം ഉണ്ടാകത്തില്ല. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏത് ഉമ്മയാവുള്ളത്? ഇല്ല സഹോദര. മക്കളെ തല്ലാൻ വാപ്പയ്ക്ക് അധികാരമില്ല. കാരണം വാപ്പ നിസ്കരിക്കാറില്ല, പിന്നെ എങ്ങനെ മക്കളെ തല്ലാൻ? ആദ്യം വാപ്പ നിസ്കരിക്കണമല്ലോ, ഉമ്മ നിസ്കരിക്കണമല്ലോ. ആദ്യം നന്നാകേണ്ടത് നമ്മളാടോ. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മക്കള് നന്നാകും. നമ്മളാദ്യം നന്നാകേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പ നിസ്കരിക്കാൻ പള്ളിയിൽ പോകാതെ മക്കളോട് പറയുന്ന പള്ളിയിൽ പോകാൻ എന്തർത്ഥമാണ്? ഉമ്മ പടച്ചവനെ നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, മക്കളോട് പറയുന്ന നന്നാകാൻ എങ്ങനാ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു ദുആയുണ്ടല്ലോ, നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടെന്നാണ്. ഈ ദുആ ചെയ്യുന്നവർക്ക് സ്വർഗ്ഗത്തിലൊരു വീടുണ്ട്. എന്താണ് ചെയ്യേണ്ട ദുആ? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിന വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒരു വാപ്പ ദുആ ചെയ്യണമല്ലോ, ഒരു വാപ്പ ദുആ ചെയ്യണമല്ലോ. എന്താണ് ദുആ ചെയ്യേണ്ടത്? റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ. അല്ലാഹ്, എന്റെ ഭാര്യയെയും മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്നവരാക്കണേ അല്ലാഹ്. എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണേ അല്ലാഹ്. ഒരു വാപ്പ ദുആ ചെയ്യുകയാ, എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും എന്റെ കണ്ണിന് കുളിർമയുള്ളവരാക്കണം, അവരെ നീ നന്നാക്കണം. എന്നിട്ട് വാപ്പ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹ്, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കണം. എന്റെ ഭാര്യ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്, എന്റെ മക്കള് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. ലിൽ മുത്തഖീന ഇമാമാ, അവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള, എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ അർഹതയുള്ള ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പെങ്ങളെ പറയാൻ പറ്റുമോ നിന്റെ പെൺമക്കൾക്ക് മാതൃകയുള്ള ഒരു ഉമ്മയാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ? ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചിട്ട് എന്റെ പെൺകുട്ടികൾക്ക് എന്റെ ആൺകുട്ടികൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയാണ് ഞാന്, എന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണ് ഞാന്. പറയാൻ കഴിയോ? പറയാൻ കഴിയോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. നമ്മളെ കണ്ടാ നമ്മുടെ മക്കള് വളരുന്നത്, നമ്മളെ കണ്ടാ നമ്മുടെ മക്കള് പഠിക്കുന്നത്. പെങ്ങളെ, ചെറിയ പാല് കുടിക്കുന്ന മക്കളുള്ള വീടുകളുണ്ടല്ലോ. അല്ലാ, ഉമ്മമാര് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ചെറിയ മക്കള് വന്നിട്ട് നിസ്കാരത്തിന്റെ മുസല്ലയിൽ വന്നിട്ട് ഉമ്മാടെ കൂടെ നിന്ന് നിസ്കരിക്കുന്ന പാല് കുടിക്കുന്ന മക്കളുണ്ടല്ലോ. ചെറിയ കുഞ്ഞുങ്ങള് നിസ്കരിക്കുന്നില്ല, ചെറിയ മക്കള് നിസ്കരിക്കുന്നില്ല. കാരണം ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടു വളരുന്ന മക്കളെങ്ങനാ? ഉമ്മമാര് നിസ്കരിക്കുന്നത്, വാപ്പമാര് നിസ്കരിക്കുന്നത് കണ്ടു വളരുന്ന മക്കൾ ഉമ്മാടെ കൂടെ നിസ്കരിക്കും, ചെറിയ പ്രായത്തിൽ പോലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന വാപ്പ ഒരു ദിവസം പോയില്ലെങ്കിൽ മക്കള് ചോദിക്കും, എന്തേ വാപ്പ പള്ളിയിൽ പോകാത്തെ? വാപ്പ എന്നെ കൂടെ കൊണ്ടുപോ പള്ളിയിൽ, ഞാനും വരട്ടെ നിസ്കരിക്കാൻ. പ്രായപൂർത്തിയാകാത്ത കുട്ടി ചോദിക്ക, ഞാനും വരട്ടെ നിസ്കരിക്കാൻ. സുബഹിക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് വാപ്പയും മകനും കൂടെ. ഒരു വല്ലാത്ത കാഴ്ചയാടോ. പക്ഷെ ഇന്നില്ലല്ലോ. ഇന്ന് വാപ്പായും പോകുന്നില്ല, മക്കളും പോകുന്നില്ല.
വാപ്പയ്ക്ക് മക്കളെ ഉപദേശിക്കാനുള്ള അർഹതയില്ലടോ. കാരണം വാപ്പ നിസ്കരിക്കാറില്ല, ഉമ്മ നിസ്കരിക്കാറില്ല, പിന്നെങ്ങനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം മക്കള് തെറ്റ് ചെയ്താൽ അത് തിരുത്തി കൊടുക്കാൻ ഇന്നത്തെ വാപ്പ തയ്യാറാകുന്നില്ലല്ലോ, ഉമ്മ തയ്യാറാകുന്നില്ലല്ലോ. തന്റെ മക്കള് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വാപ്പായ്ക്ക് സമയമില്ല, അതിനുള്ള അർഹതയില്ലാതെ പോകുന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കോടതിയിൽ നശിച്ചവര് 3 വിഭാഗം. ഏറ്റവും വൃത്തികെട്ടവർ, അള്ളാഹുവിന്റെ കരുണ പോലും കിട്ടാത്ത, അള്ളാഹു കരുണ കാണിക്കാത്ത 3 വിഭാഗം ആൾക്കാരുണ്ട്. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം പിതാവാ. ഏത് പിതാവ്? തന്റെ മക്കളും ഭാര്യയും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതെ നടക്കുന്നവൻ. സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്താത്ത വാപ്പ. നിനക്ക് എവിടെ തടമ്പുണ്ടെങ്കിലും, നീ എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹ് നിന്നെ വെറുതെ വിടൂല. കാരണം നീ തെറ്റ് കണ്ടിട്ട് തിരുത്താത്തവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ വയത് കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ കുട്ടികളുടെ കോലം കണ്ടിട്ടുണ്ട്, മുടിയും വളർത്തി നടക്ക. ആണുവല്ല, എന്താ അവസ്ഥ എന്നറിയില്ല. കുട്ടികളുടെ മുടി വാപ്പ തിരുത്തി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. മക്കൾ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്നു. കീറിയ പാൻറ് വിട്ടുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാര് നടക്ക. കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നു. ഏത് വാപ്പയാ? ഇവിടെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണെന്നറിയുന്ന വാപ്പ തന്റെ മക്കള് കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുമ്പോ പ്രതികരിക്കുന്നുണ്ടോ? ഒന്ന് ഉപദേശിക്കുന്നുണ്ടോ? വാങ്ങിച്ചു കൊടുക്കുന്നത് ആരാ? വാപ്പ. ഇന്നത്തെ കുട്ടികൾ ഔറത്ത് തുറന്നിട്ട് ആരാ? വാപ്പ എന്ന് പറഞ്ഞ ആരാ? വയത് കേൾക്കാൻ വന്നപ്പോ മുണ്ട് കൊടുത്തിരിക്കുന്നുണ്ട്. വയത് കേൾക്കാൻ വന്നപ്പോ വലിയ ഈമാനോടുകൂടി മുണ്ടൊക്കെ എടുത്ത് വളരെ ഈമാനോടുകൂടി ഇരിക്കുന്നുണ്ട്. വയത് കഴിഞ്ഞ് പോകുമ്പോ നോക്കണം, ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തുടയും കാണിച്ചിട്ട് റോഡിൽ കൂടെ നടന്നു പോകുന്ന, മുണ്ടും മടക്കി കുത്തിയിട്ട്. വയത് കഴിഞ്ഞിറങ്ങി പോകുമ്പോ ഈ മുണ്ട് മടക്കി കുത്തിയിട്ട് തൊടവരെ വയത് കേൾക്കാൻ വന്നവർക്ക് കാണിച്ചു കൊടുക്കുന്ന വാപ്പ. ദീൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാ? എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കൾ നടക്കുന്ന കോലം എങ്ങനാ? അള്ളാഹു ഇന്നത്തെ ചെറുപ്പക്കാരുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഒരു കീറിയ പാൻറ് വിട്ടിട്ട് അള്ളാഹു അവന്റെ വാപ്പയ്ക്ക് ഒരു നല്ല പാൻറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സെങ്കിലും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ വാപ്പ വലിയ മോലാളിയെ പോലെ നടക്ക, മോൻ കീറിയ പാൻറ്. ആരിക്കാന്താ ചിരിക്കണേ? കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നതോ? പേടിയാടോ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ. പിന്നെ പെണ്ണുങ്ങളെ ഒന്നും പറയാതിരിക്കില്ല, അവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും പറഞ്ഞ അകത്തായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാടോ. ഞാനൊരു 7-8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങളുണ്ട്. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങളുണ്ടെന്ന് ഞാൻ 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചു. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോൾ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ലൈവ് കൊണ്ടുള്ള ഉപകാരം അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ പ്രസംഗത്തിന്റെ ലൈവ് കൊണ്ടുള്ള ഉപകാരം അതാ. ഇപ്പം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാം. ഉസ്താമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നോക്കിയും കണ്ടും പറയണം കേട്ടോപ്പാ. പെണ്ണുങ്ങളെ ഒന്നും പറഞ്ഞേക്കരുത്, അവരെ എടിയെന്നൊന്നും വിളിക്കാൻ പാടില്ല. മഹതിമാരവരൊക്കെ. അല്ലാഹു അഅലം. പടച്ചോനെ ചിരിക്ക് തരാ ഞാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ ഇന്നിങ്ങനെ പോട്ടെ ഇൻഷാ അല്ലാഹ്. നാളെ ഉണ്ടല്ലോ, നാളെ ലൈവ് ഇല്ലാതിരുന്ന അത്രയും നല്ലത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലും പറയാൻ പറ്റുമോ? എടാ, ഇന്നത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ത് നിസ്സാരമെന്നറിയോ? വാപ്പയും ഉമ്മയും ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളും ആൺകുട്ടികളൊക്കെ പെണ്ണുങ്ങളൊക്കെ, എടാ ഇന്നത്തെ കുട്ടികൾ രാത്രിയായ സായിപ്പിന്റെ നിക്കറിട്ടുണ്ട് അടക്കല്ലേ, കള്ളമുണ്ടെന്ന് പറഞ്ഞു വയ്ക്കേ, എല്ലാം ഇത്രയുള്ള നിക്കറ് വിട്ടിട്ട് വെളിയിറങ്ങും. വീട്ടിൽ നടക്ക. ഈ ഇരിക്കുന്ന പെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്ക. ആരുടെ മുമ്പിലൂടെ? പ്രായപൂർത്തിയായ സഹോദരന്റെ മുമ്പിലൂടെ. ജ്യേഷ്ഠൻ അനുജ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ നിക്കറിട്ടുകൊണ്ട് നടക്ക. ഇത് വാപ്പ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് വാപ്പ തെറ്റാണെന്ന് പറയുന്നില്ല, ഉമ്മ തെറ്റാണെന്ന് പറയുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ കൂടപ്പുറപ്പുകളല്ലേ, അവർക്കിപ്പോ എന്താ അങ്ങനെ എന്താ കൂടപ്പുറപ്പിനെ കാണാൻ പറ്റുമെന്ന് ആരാ പഠിപ്പിച്ചത് നിനക്ക്? എടാ, ഒരു സഹോദരന് സഹോദരിയുടെ ഔറത്ത് കാണാൻ പറ്റുമോ? ഒരു സഹോദരിക്ക് സഹോദരന്റെ ഔറത്ത് കാണാൻ പറ്റും. എന്തിനാ നിന്റെ ഉമ്മയുടെ ഔറത്തിന് കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന അവിടെ, ഒരു ഉമ്മയുടെ ഔറത്ത് മകന് കാണാൻ പറ്റുമോ? ഒരു വാപ്പയുടെ ഔറത്ത് മകൾക്ക് കാണാൻ പറ്റുമോ? നീ എന്താ വിചാരിച്ച മക്കള് നേരെയാകുമെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചത്? മക്കളെ വളർത്തേണ്ടത് എങ്ങനെന്നറിയോ? സെക്സ് പടം ഒരുമിച്ചിരുന്ന് കാണുന്ന വാപ്പായും ഉമ്മായില്ലേ? വാപ്പായും ഉമ്മായും കൂടപ്പുറപ്പുകൾ ഒരുമിച്ചിരുന്നിട്ട് കെട്ടിപ്പിടിച്ച് അരപ്പാവാടയിട്ട് ആടുന്നത് കാണുന്ന കാലമല്ലേ? മക്കള് നന്നാകുന്ന എങ്ങനാ? നിനക്കറിയോ അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞെന്ന്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? 3 സമയങ്ങളിൽ 10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെ ഉമ്മാടെയും റൂമിനകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം.
10 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം 3 സമയം. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. ഉസ്താദന്മാരോട് ചോദിച്ചു നോക്ക്. ഖുർആൻ പറയുന്ന 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിനകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിച്ചിട്ട് കയറണം. എപ്പോഴാ 3 സമയം? 1 വെളുപ്പാങ്കാലം, സുബഹിക്ക് മുമ്പുള്ള സമയം. 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ മക്കൾ ഓടിച്ചെല്ലരുത് ഉമ്മാടെ റൂമിൽ, വാപ്പാടെ റൂമിൽ. മാതാപിതാക്കളുടെ റൂമിന്റെ മുമ്പിൽ പോയിട്ട് അനുവാദം ചോദിക്കണം, ഞാൻ കയറി വരട്ടെ. ആര്? 55 വയസ്സുകാരനല്ല, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ. എന്തുകൊണ്ട് ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കേണ്ട കാര്യം എന്താ? അനുവാദം ചോദിക്കാതെ കയറരുത് മക്കൾ. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. എന്തേ കാരണം? ഈ 3 സമയത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാകാൻ ഞാൻ പറയാം. ഈ ആണുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിട്ട് കിടന്നുറങ്ങും. നമ്മളൊക്കെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു മുണ്ടുടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. വെളുപ്പാങ്കാലം 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും. ആദ്യം തിരയേണ്ടത് ഈ ഉടുത്ത മുണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ ആമിന എന്റെ മുണ്ട് തോ കട്ടിലിനടി കിടക്കുന്ന മനുഷ്യ എടുത്തോ? അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, രാവിലെ 4 മണിക്കോ 5 മണിക്കോ നിന്റെ മക്കളെങ്ങാണ് അനുവാദം ചോദിക്കാതെ റൂമിനകത്ത് കയറി വന്ന കോവളം കടപ്പുറത്ത് സായിപ്പ് കിടക്കണവല്ല വാപ്പ കിടക്കണേ. ഉമ്മാടെ കാര്യം ഞാൻ പറയൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. എടാ, ഈ 10 വയസ്സുള്ള ഒരു പയ്യൻ വാപ്പാടെ ഔറത്ത് കണ്ട അവന് വല്ലതും തോന്നുമോ? തോന്നത്തില്ല. 50 വയസ്സുള്ളവന് തോന്നുമോ? തോന്നത്തില്ല. എന്നിട്ടും അള്ളാഹ് പറഞ്ഞത് കാണണ്ടെന്നാ. സ്വന്തം ഉമ്മാടെ ഔറത്താണെങ്കിലും വാപ്പാടെ ഔറത്താണെങ്കിലും മക്കള് കാണരുത്. അതാരോടാ പറയുന്നത്? കഥകടച്ചിട്ട് മകളെയും കൊണ്ട് കുളിപ്പരയിൽ കയറിയിട്ട് നഗ്നയായി കുടിക്കുന്ന ഉമ്മയോട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നരിച്ചിക്ക് സ്വന്തം ഉമ്മാടെ ഔറത്ത് മക്കള് കാണരുത്, വാപ്പയുടെ ഔറത്ത് മക്കള് കാണരുത്. പിന്നല്ലേ ബാക്കിയുള്ളവരുടെ അവസ്ഥ? മക്കളെ വളർത്തേണ്ടത് ഇങ്ങനെ. കാരണം ഈ കൊച്ചുകുട്ടികൾ ഇത് കണ്ടു വളർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ദോഷം ചെയ്യും മക്കൾക്ക്. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ, ഇങ്ങനെ വേണം കുട്ടികളെ വളർത്താൻ. അല്ലാതെ വളർന്നതിന് ശേഷം കിടന്ന് ദുആ ചെയ്തിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് നന്നാക്കാൻ പറ്റേണ്ട സമയത്ത് ചെയ്യണം, അത് നന്നാക്കേണ്ട സമയത്ത് നന്നാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, പാപ്പാ നീ ഹാജിയാരാ, ഹജ്ജ് ചെയ്തവരാ, നിസ്കരിക്കുന്നവനാ. പക്ഷേ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഗ്രിബ് കഴിഞ്ഞ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവളാട്. നീ ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ അവളെ ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുകയാ. ഹറാമല്ലേ, പാപമല്ലേ, നിനക്കറിയില്ല ബാപ്പാ. തിരുത്തി കൊടുത്തില്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ തെറ്റാടോ? അത് പറയണം ബാപ്പാ. വാപ്പാ, നീ ആണാണല്ലോ, നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ചെലവിന് കൊടുക്കുന്നത് നീയാണല്ലോ. അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താവര്. നിന്റെ ഭാര്യയും നിന്റെ മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ അതിനെക്കുറിച്ചും അല്ലാഹു നിന്നോട് ചോദിക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നരകത്തിൽ നിന്ന് നീ ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ല, നീ നിന്റെ ഭാര്യയെ രക്ഷപ്പെടുത്തണേ, നിന്റെ മക്കളെ രക്ഷപ്പെടുത്തണേ, അവരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ ഉമ്മമാരോട് പറയുന്ന വാപ്പമാരോട് പറയുകയാ, മക്കളല്ല നന്നാകേണ്ടത്, നാട്ടുകാരല്ല നന്നാകേണ്ടത്, ആദ്യം നന്നാകേണ്ടത് വാപ്പയും ഉമ്മയുമാ. നിങ്ങള് നന്നായാ മക്കള് നന്നാകും ബാപ്പാ, മക്കള് നന്നാകും ഉമ്മ. ഇല്ലെങ്കിൽ നിന്റെ കുടുംബം തന്നെ തകർന്നു പോവുകയാ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അവിടെന്ന് പറയുകയാ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള 3ാമത്തെ കടമ അവനാരാ അല്ലാഹയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ, നബി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ, ദീനിന്റെ
ശിആറുകൾ പഠിപ്പിച്ചു കൊടുക്കൂ. മക്കളെ കൊണ്ടുവന്ന് പണം കൊടുത്ത് ഏതെങ്കിലും വലിയ സ്കൂളിൽ കൊണ്ടുവിട്ടാ മക്കള് നന്നാകില്ല. മക്കള് നന്നാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ മക്കളുടെ പുറകെ നടക്കണം ബാപ്പാ. മക്കളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിൽ വിട്ടാ പോരാ. ആ മക്കളെ സ്കൂളിൽ പോകുന്നുണ്ടോ, അവര് പഠിക്കുന്നുണ്ടോ, അവരുടെ കൂട്ടുകാരാരാ, അവരെ കുറിച്ച് പഠിക്കണം ബാപ്പാ. ആ മക്കളുടെ ഏറ്റവും വലിയ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ പഠിക്കണേ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വിൽക്കുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ ട്യൂഷന് പോകുന്നുണ്ടോ, അവര് കൃത്യസമയം സ്കൂളിൽ എത്തുന്നുണ്ടോ, ഇതിനെ കുറിച്ച് അന്വേഷിക്കണമല്ലോ. അത് മാത്രമല്ല മക്കളോട് സംസാരിക്കണമല്ലോ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണമല്ലോ. എന്റെ മക്കളെ നന്നാക്കി തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യണമല്ലോ. അത് മാത്രമല്ല ദീനിന്റെ ശിആറുകൾ നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ബാപ്പാ. നിസ്കരിക്കാൻ പറഞ്ഞു കൊടുക്കണം. പടച്ചവനെ ദീനിന്റെ ശിആറുകൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ് മക്കളെ നന്നാക്കേണ്ടത്. ഒരു വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എങ്ങനെയാകുമെന്നറിയോ? ഒരു വാപ്പയും ഉമ്മയും നന്നായാൽ മക്കൾ ആരാകുമെന്നറിയോ? വാപ്പയും ഉമ്മയും നന്നായാ മക്കൾ എത്ര വലിയ പദവിയിലെത്തുമെന്നറിയോ? ഒരു ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്? ഒരു വാപ്പ വളർത്തിയല്ലോ, ഒരു ഉമ്മ വളർത്തിയല്ലോ. വാപ്പയും ഉമ്മയും മക്കളെ വളർത്തിയപ്പോ ആ മക്കൾ ആരായെന്നറിയോ? ഞാനൊരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞു തരാ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. ഇതുപോലെ വേണം മാതാപിതാക്കൾ മക്കളെ വളർത്താറ്. എങ്ങനെയാ വളർത്തേണ്ടത്? ആരാണെന്നറിയോ? ഈ വാപ്പയെയും ഉമ്മയെയും മകളെയും നിങ്ങളൊന്ന് വിലയിരുത്തടോ. ഇതിലാരാണ് വിജയിച്ചവരെന്ന് പറയാൻ കഴിയോ? ഇതിലാരാണ് ജയിച്ച ആളെന്ന് പറയാൻ കഴിയോ? പരസ്പരം തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ മത്സരിച്ച 3 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പെങ്ങളെ ഒരു ചരിത്രം പറഞ്ഞു തരാ. എങ്ങനെയാണ് ഒരു ഉമ്മ തന്റെ മക്കളെ വളർത്തേണ്ടത്, ഒരു വാപ്പ എങ്ങനെയാണ് തന്റെ മക്കളെ വളർത്തേണ്ടത് എന്ന് ചരിത്രം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് 40 വയസ്സുള്ള ഖദീജയാ. നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ള ഖദീജ എന്ന് പറയുന്ന ആ മഹദിയ നബി തങ്ങൾ എന്ന 25 വയസ്സുള്ള നബി തങ്ങളെ വിവാഹം കഴിക്കുകയാ. നബി തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ. നബി തങ്ങൾക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. പടച്ചറപ്പേ നബി തങ്ങൾക്ക് 35-ാമത്തെ വയസ്സിലാ ഫാത്തിമ എന്ന് പറയുന്ന മുന്നുമോള് ജനിക്കുന്നത്. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ജനിക്കുന്നത് നബി തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാ. പടച്ചറപ്പേ ഫാത്തിമയെ കാണുന്നവര് പറയുന്ന ഒരേ ഒരു വാക്കെന്തെന്നറിയോ? ഉപ്പാന്റെ മോളാ, ഉപ്പാന്റെ മോളാ. കാരണം നബി തങ്ങളെ വരച്ചു വെച്ചതുപോലെയാ ഫാത്തിമ ഇരിക്കുന്നത്. നടത്തം അങ്ങനെ തന്നെയാണ്. ഫാത്തിമ വരുന്നത് കണ്ടാ നബി തങ്ങൾ വരുന്നത് പോലെയാണ്. ഫാത്തിമ ചിരിക്കുന്നത് നബി തങ്ങളെ ചിരിക്കുന്നത് പോലെയാണ്. എല്ലാവരും പറയും ഉപ്പാന്റെ മകളാ. ഖദീജ ബീവിക്ക് ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ വളർത്തുകയാണ്, നല്ലതുപോലെ വളർത്തുകയാ. അവസാനം റബ്ബേ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ 65 വയസ്സുണ്ട്. ഖദീജ ബീവിക്ക് 65 വയസ്സായപ്പോ ഖദീജ എന്ന ഉമ്മ
ഉമ്മയുണ്ടല്ലോ വീടിന്റെ മുറ്റത്തിങ്ങനെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. കുളിച്ചൊരുങ്ങിയിട്ട് ഖദീജ എന്ന 65 വയസ്സുള്ള ആ പ്രായം ചെന്ന ഉമ്മ വീടിന്റെ മുമ്പിൽ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. നബിതങ്ങൾ കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ നബിതങ്ങളെ സ്വീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. 65 വയസ്സുള്ള ഖദീജ ബീബി അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുന്ന് കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ അവിടുത്തെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാ. നബി തങ്ങൾ അനുവാദം കൊടുത്തു. 25 വയസ്സുകാരിയല്ല, 35 വയസ്സുകാരിയല്ല, 45കാരിയല്ല, 55കാരിയല്ല, 65 വയസ്സുള്ള ഉമ്മയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുകയാണ്. എന്നിട്ട് നബി തങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഖദീജ, എന്തേ ഖദീജ എന്നെ നോക്കി ചിരിക്കുന്നത് എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്തൊരു സൗന്ദര്യമാണ് നബിയേ, എന്തൊരു പ്രകാശമാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, 65കാരി നബി തങ്ങൾ എന്ന ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ഇത് ഈ നാട്ടിലെ പെണ്ണിന് തിരിയൂല, ഇത് ഈ നാട്ടിലെ പ്രായമുള്ളവർക്ക് തിരിയൂല. കാരണം പ്രായം ചെന്നാൽ വാപ്പയും ഉമ്മയും 2 റൂമിലാ. ഇന്ന് 40 കഴിഞ്ഞ 50 കഴിഞ്ഞാൽ രണ്ടുപേരും കിടക്കുന്നത് വേറെ വേറെ റൂമിലാണ്. ഒരുമിച്ച് കിടക്കാറില്ലല്ലോ, ഒരുമിച്ച് കിടക്കാറില്ലല്ലോ. ഒരുമിച്ച് കിടക്കേണ്ടത് അപ്പോഴാ വാപ്പാ. പ്രായം ചെല്ലുന്ന സമയത്താണ് നീ നിന്റെ ഭാര്യയുടെ കൂടെ കിടക്കേണ്ടത്. പെങ്ങളെ, വികാരം തീർക്കാൻ മാത്രമല്ല കല്യാണം കഴിക്കേണ്ടത്. പ്രായം ചെന്ന മുടി നരച്ചു പോയ ഭർത്താവിന്റെ കൂടെ കിടക്കേണ്ടത് മരണത്തിന്റെ സമയത്താ, അല്ലാതെ ആരോഗ്യമുള്ള സമയത്ത് മാത്രമല്ല, യുവത്വത്തിന്റെ സമയത്ത് മാത്രമല്ല. 65കാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾ എന്ന ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, എന്ത് ഗ്ലാമറാ നബിയേ, എന്ത് സൗന്ദര്യമാ നബിയേ. ഖദീജ, 25 കൊല്ലമായില്ലേ, 25 കൊല്ലമായില്ലേ, 25 വർഷമായിട്ട് കാണുന്നതല്ലേ ഖദീജ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജയോട് മറുപടി പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണേ നബിയേ. ഒരു ഉമ്മയുടെ ആവശ്യമുള്ള സമയമാ, ഒരു ഉമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാ. ഫാത്തിമാനെ നല്ലതുപോലെ നോക്കണം. എന്റെ പൊന്നുമോളെ തല്ലരുത്, എന്റെ പൊന്നുമോളെ വേദനിപ്പിക്കരുത്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി നബിയേ. എന്റെ മരണമെടുത്തു നബിയേ, എന്റെ മരണമെടുത്തു നബിയേ. 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. 25 വർഷത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പാപം അങ്ങയുടെ മനസ്സ് വേദനിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് ഖദീജ എന്ന ഭാര്യ അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ നബി തങ്ങൾ വാപൊത്തുകയാ. ഖദീജ, നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ.
പറയാനൊരു പരാതിയുമില്ല. പെങ്ങളെ ആരാണ് ഖദീജ എന്നറിയോ? ഖദീജാനെ പോലെ ഒരു പ്രതിഫലം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല. അല്ലാഹു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ഖിയാമത്ത് നാൾ വരെയുള്ള ഒരു പെണ്ണിനും കിട്ടൂല. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരമാ ഖദീജക്ക് അല്ലാഹു കൊടുക്കുന്നത്. മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുക്കും. പെങ്ങള് എന്തിനാണെന്നറിയോ? 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാ ഖദീജയ്ക്ക്. ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവ് എപ്പോഴും പറയും, നിന്റെ നാവിന് വല്ലാത്ത നീളവാ. പടച്ച റബ്ബേ, നബിതങ്ങൾ പറയുന്നു, ഖദീജ പരാതിയില്ല, യാത്ര പറയല്ലേ, എന്നെ വിട്ടു പോകുകയാണോ ഖദീജ? ഖദീജ ബീബി പിരിയുന്ന സമയത്ത് നബിതങ്ങൾ കരയുകയാ, അല്ലാഹുവിന്റെ റസൂൽ കരയുകയാ. എനിക്ക് നിന്നെ കുറിച്ചൊരു പരാതിയുമില്ലെന്ന് നബിതങ്ങൾ പറഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല ചാടി എഴുന്നേൽക്കുകയാണ്. നബിതങ്ങളെ കെട്ടിപ്പിടിച്ചു, അവിടുന്ന് ചുംബനം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ ചെവിയില് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമുണ്ട് നബിയെ, സാധിപ്പിച്ചു തരുവോ? ഖദീജയ്ക്ക് 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുവോ? നബിതങ്ങൾ ചോദിക്കുന്നു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരെയും കൂട്ടരുത്. എന്റെ ശരീരം വേറെ ആരും കാണരുത്, എന്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്. അങ്ങ് വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. നബിതങ്ങളോട് ചോദിച്ചു, കുളിപ്പിക്കുമോ നബിയെ? നബിതങ്ങൾ സമ്മതിച്ചു. റസൂലുള്ളാഹിയോട് ഖദീജ ബീബി പറയുകയാ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാൾ എനിക്ക് വേണം നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫൻ തുണിക്കകത്ത് വെച്ചിട്ട് വേണമെന്ന പുതിയാറ്. അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ കിടക്കണമെങ്കിൽ അങ്ങില്ലാതെ പറ്റില്ല നബിയേ, അങ്ങില്ലാതെ പറ്റില്ല നബിയേ. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാൾ എനിക്ക് വേണം നബിയേ. തരുമോ യാ റസൂലല്ലാഹ്? നബിതങ്ങളെ തലകുലിക്ക്. മൂന്നാമതായിട്ട് ഖദീജ ബീബി പറയുകയാ, ഞാൻ മരിച്ച അവസാനം ഖബറിൽ ഇറക്കി വെക്കുമല്ലോ, എന്റെ ജനാസ ഖബറിൽ ഇറക്കുമ്പോ അങ്ങിറങ്ങണം നബിയേ, ഖബറിനകത്ത് ഇറങ്ങണം നബിയേ, ജനാസ ഇറക്കി വെക്കണം നബിയേ. എന്റെ കബളിന്റെ താഴെ നിങ്ങൾ വേണം മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. ഫാത്തിമ കാണുകയാ, ഫാത്തിമ ഉമ്മ പറയുന്നത് മുഴുവനും കേൾക്കുകയാ. വാപ്പയും ഉമ്മയും തമ്മിലുള്ള ബന്ധം പഠിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് മരണപ്പെട്ടു. നബിതങ്ങളാ കുളിപ്പിച്ചത്. ഒരു ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ ജനാസ കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ കുളിപ്പിക്കുകയാ. അവിടുന്ന് കഫൻ പൊതിയ സമയമാകുമ്പോ ചുമലിൽ കിടന്ന ഷാൾ എടുത്തിട്ട് നബിതങ്ങൾ ചുംബിക്കുകയാ, നബിതങ്ങൾ ചുംബിക്കുകയാ. ഖദീജ ബീബി റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹയുടെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. ജനാസ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ നബി തങ്ങൾ ഇറങ്ങുകയാണ്. നബി തങ്ങൾ ഇറങ്ങുകയാ. ഖബറിനകത്തിറങ്ങി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ അവിടുന്ന് നബി തങ്ങൾ വാങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. അവിടുന്ന് കെട്ടുകൾ അടിച്ചു മാറ്റി. നബി തങ്ങൾ മണ്ണ് വാരുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുനീര് ഒഴുകുകയാണ്. താടിരോമത്തിലൂടെ ഖദീജ ബീവിയുടെ കഫൻ തുണിയുടെ മുകളിലേക്ക് വീഴുകയാ. നബി തങ്ങളാണ് ഖദീജ ബീവിയുടെ കബളിന്റെ താഴെ മണ്ണ് വെച്ച് കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെടുന്ന രംഗം ഫാത്തിമ എന്ന മകള് കാണുകയാ. ഇനി പടച്ചവനെ, 63-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് അലിയാര് തങ്ങളെന്ന ഭർത്താവിനോട് അവിടെ അനുവാദം ചോദിച്ചു. എന്റെ ഉപ്പാന്റെ അടുക്കൽ എനിക്ക് പോകണം. അവിടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോട് കടന്നു വരുമ്പോ നബി തങ്ങൾ എഴുന്നേക്കുമായിരുന്നു. ഫാത്തിമ എപ്പോ വന്നാലും നബി തങ്ങൾ എഴുന്നേക്കുമായിരുന്നു. പെൺകുട്ടികളെ കാണുമ്പോൾ വാപ്പ എഴുന്നേക്കണമെന്നാണ് നബി തങ്ങൾ ഫാത്തിമ വന്നാ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമാണ് നബി തങ്ങൾക്ക്. പക്ഷേ നബി തങ്ങളെ സുഖമില്ലാതെ കിടക്കുമ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് വന്നപ്പോ നബി തങ്ങൾ ഫാത്തിമാനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. എന്നിട്ട് വാപ്പാന്റെ അടുത്ത് വന്ന് ഫാത്തിമ ഇരിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഉപ്പാടെ മരണമെടുത്തു മോളെ. ഫാത്തിമ കരയുകയാ. വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോ, ഉപ്പാടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാ. പൊന്നുമോള് തേങ്ങി തേങ്ങി കരയുന്നത് കണ്ടപ്പോ നബി തങ്ങൾ രണ്ടാമതും വിളിച്ചു, മോളെ ഫാത്തിമ, അടുത്തത് നീയാ ഫാത്തിമ. എന്റെ പുറകില് നീയുണ്ട്, എന്റെ തൊട്ടു പുറകില് നീയുണ്ട്. മരണം പറഞ്ഞപ്പ ചിരിച്ച പെണ്ണാണ് ഫാത്തിമ. വാപ്പ പറഞ്ഞു, അടുത്തത് നിന്റെ ഊഴമാട്. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാ. പടച്ച റബ്ബേ, നബി തങ്ങൾ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടക്കുകയാ. ഭാര്യയുടെ മടിയിൽ ഭർത്താവ് കിടക്കുന്നു. നബി തങ്ങളുടെ ചാരത്ത് ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിയുടെ നെഞ്ചത്ത് കിടന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ റസൂലുള്ളാഹി എന്ന വാപ്പ ആയിഷ ബീവിയുടെ നെഞ്ചിൽ കിടന്നിട്ട് വഫാത്താവുകയാ. തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് കിടന്നിട്ടാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. അള്ളാന്റെ റസൂലിന്റെ മരണവും കണ്ടു, തന്റെ ഉമ്മയായ ഖദീജ ബീവിയുടെ മരണവും കണ്ടു. ഇനി ഫാത്തിമാനെ അറിയണോ? ഈ വാപ്പായ്ക്കും മകൾക്കും ജനിച്ച ഫാത്തിമയുടെ ചരിത്രം അറിയണോ? പെങ്ങളെ, 29 വയസ്സ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സ് പ്രായമായപ്പോ ഒരു ദിവസം ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. ഫാത്തിമ ബീബി 29-ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് വീടിന്റെ മുമ്പിൽ നിൽക്കുകയാ. അതാ വരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയാര് തങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മ നിന്നതുപോലെ റസൂലുള്ള വന്നപ്പോ 65-ാമത്തെ വയസ്സിൽ ഉമ്മ നിന്നതുപോലെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല
തആലാൻഹ വീടിന്റെ വാതിലിൽ കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുകയാ. അലിയാര് തങ്ങൾ കടന്നു വന്നു, സലാം പറഞ്ഞു സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ തല വെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, എന്റെ ഹസനും ഹുസൈനെയും പൊന്നുപോലെ നോക്കണേ. എന്റെ ഹസനെയും ഹുസൈനെയും എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ. എന്റെ മക്കളെ തല്ലരുത്, എന്റെ മക്കളെ വേദനിപ്പിക്കരുത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, പോകാ സമയമായി, എന്റെ മരണമെടുത്തു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളോട് പറയുകയാ, ഞാൻ മരിച്ച പകല് ഖബറടക്കരുത്, രാത്രിയിൽ വേണമെന്ന ഖബറടക്കാൻ, രാത്രിയിൽ വേണമെന്ന ഖബറടക്കാൻ. എന്തേ ഫാത്തിമ, എന്തേ പകല് ഖബറടക്കിയാൽ, എന്തേ പകല് ഖബറടക്കിയാൽ? അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ പകലാണ് മരിക്കുന്നതെങ്കിൽ, ഖബറടക്കുന്നതെങ്കിൽ, എൻ്റെ കഫം പൊതിയുന്നത്, എൻ്റെ മയ്യത്ത് ചുമക്കുന്നത്, എൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. അവരെന്നെ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞ്, വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവരെൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുമല്ലോ, എനിക്കിഷ്ടമല്ല. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും, ഖബറിൽ ഇറക്കുന്ന സമയത്ത് പോലും എൻ്റെ ശരീരത്തിൻ്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയേ. ഉമ്മ ഭർത്താവിനോട് പറഞ്ഞ്, എൻ്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, കാരണം വേറെ ആരും കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ഉമ്മയുടെ മകള് പറയുകയാ, എന്നെ രാത്രിയിൽ വേണം ഖബറടക്കാൻ, കാരണം ജനാസ കൊണ്ടുപോകുമ്പോ പോലും ഒരാളും എൻ്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. പെങ്ങളെ, കല്ലമ്പലത്തും കടുവാപ്പള്ളിയിലും പോയി ഫർദ വാങ്ങുമല്ലോ, ഇട്ട് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുമല്ലോ. ഇറങ്ങിക്കിടക്കാറ് നിനക്കിത് തിരിയില്ല പെങ്ങള്. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് അവസാനം അവിടെ നിന്ന് റബ്ബേ അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് അവിടെ നിന്ന് പൊരുത്തം ചോദിച്ചിട്ട് യാത്രയായി എന്ന് ചരിത്രം പറയുമ്പോ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാവുപ്പാ, മക്കളെ വളർത്തേണ്ടത് ഇങ്ങനാണ്. നമ്മുടെ മക്കളെ നമ്മൾ നല്ല നിലയിലാണ് വളർത്തേണ്ടത്. വളർത്തണമെങ്കിൽ ആദ്യം ഉമ്മ നേരെയാകണം, വാപ്പ നേരെയാകണം, നിങ്ങൾ ദീനുള്ളവരാകണം, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാകണം, നിങ്ങൾ ശരീരം മറക്കുന്നവരാകണം, നിങ്ങൾ അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്നവരാകണം. ഇത് കണ്ടു വളരുന്ന മക്കള് അവരും നല്ല മക്കളാവുകയാ, അവര് സ്വാലിഹീങ്ങളാവുകയാ, അവര് നിനക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളാവുകയാ. അല്ലാതെ നിങ്ങൾ വളരെ മോശമായ ജീവിതം നയിച്ചിട്ട് നിങ്ങളുടെ മക്കളെ നന്നാകണമെന്ന് വിചാരിച്ചാ നടക്കുന്ന കാര്യമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നല്ല മക്കളെ വെറുതെ കിട്ടില്ല, കഷ്ടപ്പാടുണ്ട് വാപ്പാ, ഒരുപാട് ത്യാഗമുണ്ട്, ഒരുപാട് പരിശ്രമമുണ്ട്. പടച്ചവനെ, ഇന്നും ഒരു പിതാവ് പറഞ്ഞത്, ഉസ്താദേ എന്റെ പൊന്നുമകളൊന്ന് നന്നാകാ ദുആ ചെയ്യടേ ഉസ്താദേ, സഹിക്കുന്നില്ല എന്റെ മകള് നന്നാകാൻ. എന്റെ പൊന്നുമോള് ഉമ്മാനെ തല്ലുകയാ, ഉമ്മാനെ പിടിച്ച് തള്ളുകയാ, ഉമ്മാനെ ചീത്ത പറയുകയാ. അതുകൊണ്ട് എന്റെ മകള് നന്നാകാ ദുആ ചെയ്യണേ എന്ന് സങ്കടത്തോടെ ഒരു ഉമ്മ ഇന്നും പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, കാലം വളരെ മോശമാണ്. ഈ മോശമായ കാലഘട്ടത്തില് നമ്മുടെ മക്കള് നല്ലവരാകണോ? ആദ്യം നമുക്ക് നന്നാകാം, നമുക്ക് നല്ലവരാകാം. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ.
നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാകണം. നമ്മുടെ മക്കൾക്ക് മാതൃകയാകുന്ന വാപ്പയും ഉമ്മയുമായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കളോട് ചില കടമകളുണ്ട്. ഒന്നാമത്തെ കടമ, അവന് നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അവനെ നല്ല ഒരു ഉമ്മയെ കൊടുക്കണം. അതുകൊണ്ട് പെണ്ണ് കെട്ടിയ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യ്, നല്ല കാര്യങ്ങൾ ചെയ്യ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ, നമ്മുടെ ഭർത്താക്കന്മാർ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ.